Okay. Rishi Mudilar Madam 21st Road Test. കേട്ടെടുത്ത് അങ്ങനെ മഞ്ഞലൈനെ ടച്ച് ചെയ്യാനും മറികടക്കാനും ഉള്ള ഓവർടേക്കിംഗ് ഇല്ലാത്തതാ കേട്ടോ. എല്ലാ വളവിലും ബ്രേക്ക് കാലം ഒന്നാണ്. ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിലും ബ്രേക്ക് കാലം ഒന്നാണ് കേട്ടോ. രണ്ടാ ചേട്ടൻ ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നു. ഈ ഇൻഡിക്കേറ്റർ എപ്പോഴാണ് എണ്ണ ആ ഇൻഡിക്കേറ്റർ എപ്പോഴുണ്ട്? പക്ഷേ ലൈറ്റ് എപ്പോഴുണ്ട്? അത് ബ്രേക്ക് ഡൗൺ. അയാൾ ചുമ്മാ ഇട്ടേക്കുന്നത്. അത് പാർക്ക് ലൈറ്റാന്ന് പറഞ്ഞ ആൾക്കാർ. അത് പാർക്ക് ലൈറ്റ് അല്ല. പാർക്ക് ലൈറ്റ് അതല്ല. ബ്രേക്ക് ഡൗൺ ആകുമ്പോഴും മാത്രമാണ് കേട്ടോ. അപ്പോൾ കെട്ടി വലിക്കുമ്പോഴും ഒരു വണ്ടി വേറൊരു വണ്ടിനെ കെട്ടി വലിക്കുമ്പോഴും ഈ സാധനമാണ് കേട്ടോ. ചെറുത്ത് അടുത്ത് കയറി കൊടുക്കും. ഇറക്കത്തിലൊക്കെ ബ്രേക്ക് കാല് വെച്ച് നോക്കാം കേട്ടോ. ആക്സിഡൻറ്റ് കൊടുക്കണ്ട ഇവിടെയൊന്നും. ഫ്രണ്ടിൽ പോണ വണ്ടിയായിട്ട് സുരക്ഷിതമായ അകലം പാലിച്ചു പോകണം കേട്ടോ. ആക്സിഡൻറ്റ് കൊടുത്ത് പോകണ്ട ഇവിടെയൊന്നും. ഇതുണ്ടോ അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ റോഡുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാറി ആ വെള്ള ലൈനിൽ അങ്ങോട്ട് ചേർന്നുണ്ട് കേട്ടോ. ബ്രേക്ക് കാലിൽ നിന്നു കേട്ടോ. അയാൾ ഇത് അവിടെ നിർത്തിയാൽ ഇങ്ങോട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ കിടക്കാൻ സാധ്യതയുണ്ട്. ബ്രേക്ക് ഇട്ടിക്കും ഉണ്ടോ. പിന്നെ ഫോർത്തിട്ട് ബ്രേക്ക് കാല് ഇനി ഇവിടെ എങ്ങനെ ഒതുക്കിക്കുണ്ട് പയ്യെ. എങ്ങനെ ഒതുക്കാൻ ഗിയർ ഡൗൺ ചെയ്യണം കേട്ടോ. ഒതുക്കി ബാക്ക് ഒതുങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? വലത്തോടെ സ്റ്റിയറിംഗ് പിടിക്കണം. റൈറ്റ് സൈഡിലോട്ട് സ്റ്റിയറിംഗ് പിടിക്കണം കേട്ടോ. കയറി പൊട്ടിച്ചാണ്. ഓക്കെ. ഇനി വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ആദ്യം തൊട്ട് എടുത്തോണ്ട് എന്ത് ചെയ്യണം? അതെ, നമ്മൾ എടുക്കുമ്പോൾ എങ്ങോട്ട് നോക്കണം? റൈറ്റ് സൈഡിലോട്ട് നോക്കിയോ? ഇൻഡിക്കേറ്റർ ഇട്ടോ റൈറ്റ് സൈഡിലോട്ടുള്ള പറയുന്ന വണ്ടിക്കാർക്ക് അറിയാൻ വേണ്ടി. ആയിക്കോട്ടെ, കയറിപ്പോ. നമ്മൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് നിൽക്കില്ല കേട്ടോ. അപ്പോൾ നിർത്തിയ സ്റ്റിയറിംഗ് ഒരു നിശ്ചയ അളവ് തിരിഞ്ഞാലാണ്. ഇത് ഫ്രണ്ടിൽ നോക്കി 50 മീറ്റർ അകലെ നോക്കുക. അങ്ങോട്ട് നോക്കി ആ വശത്തോട് തന്നെ നോക്കല്ലേ. മാറി നോക്കുക. ഒരു വസ്തു എടുക്കേണ്ട അവിടുന്ന് മാറി നോക്കണം കേട്ടോ. ഓട്ടോ എടുക്കേണ്ട അങ്ങ് മാറിപ്പോയാൽ മറ്റു വണ്ടി പോകണമല്ലോ അങ്ങനെ മാറിപ്പോകണം. അല്ലാതെ നമ്മൾ ആക്സിഡൻറ്റ് എടുക്കേണ്ട അയാൾ പോകണം കേട്ടോ. അടുത്ത വശത്തോടെ ഓവർടേക്കിംഗ് ഇല്ല കേട്ടോ. നമ്മൾ അടുത്ത വശം ചേർന്ന് പോകണം. അവർ പോയതല്ല ഫുട്പാത്തിൽ കൂടെയാണ്. ഇതിലൂടെ നമുക്ക് തെറ്റില്ല. നമ്മൾ അടുത്ത വശം ചേർന്നാണ് പോയേക്കുന്നത് കേട്ടോ. പയ്യെ പുറകെ കിടന്ന് ഓണടിക്കുന്നതൊക്കെ അടിച്ചിട്ടോ കുഴപ്പമില്ല. വളരെ ആർക്കും 2 മഞ്ഞലയം കണ്ടോ. ഒരു കാരണവശാലും ഇവിടെ ഓവർടേക്കിംഗ് ഇല്ലാത്തതാണ് കേട്ടോ. ബ്രേക്ക് കാൽ വരെ ബ്രേക്ക് കാല് വെച്ച് തന്നെ ഓടിക്കണം കേട്ടോ. ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. ആരാണ് വലിച്ചോർച്ച് കളഞ്ഞത്. ഇവിടെ 30 എന്ന് പറഞ്ഞൊരു സൈൻ ബോർഡ് ഉണ്ട്. ബ്രേക്ക് കാല് വെച്ച് തന്നെ പോകും കേട്ടോ. തേർഡ് ഗിയർ ഇട്ട് ഇറക്കത്തിൽ ഗിയർ മാറേണ്ട അവസ്ഥയാണ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് കെട്ടിയാൽ കൺട്രോൾ ചെയ്തിട്ട് വേണം മാറാം കേട്ടോ. ബ്രേക്ക് കാല് വെച്ച് വളരെയൊക്കെ ബ്രേക്ക് കെട്ടി പോകണം.
സൈൻ ബോർഡിൽ എത്ര സൈസ് ഉണ്ട്? സൈൻ ബോർഡുകൾ 3. 3. ഏതൊക്കെയാ? സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ. അതിൻ്റെ എക്സാമ്പിളുകൾ കൂടെ പറ, ഏതൊക്കെയാണ്? സർക്കിളിൻ്റെ എക്സാമ്പിൾ. സ്റ്റോപ്പ്. പിന്നെ ഓവർടേക്കിങ്, സ്പീഡ് ലിമിറ്റ് അല്ലേ? പിന്നെ സ്ക്വയർ. സ്ക്വയർന്ന് പറഞ്ഞാൽ സമയാതിരോ അല്ല. പറഞ്ഞു പറഞ്ഞു. ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ. പിന്നെ ഹോസ്പിറ്റലിൽ, കോഫി ഷോപ്പ്, ബസ് സ്റ്റോപ്പ്, അങ്ങനെ കേട്ടോ. പിന്നെ ട്രയാങ്കിള്. ഹെയർ പിൻ മാൻ. പിന്നെ ഗിവ് വേ. ഓടിക്കാൻ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ബ്രേക്ക് കാലം ഒന്നുമില്ല. ബ്രേക്ക് കാലം കേട്ടോ. പിന്നെ അടുത്ത് പറ. ഇതേണ്ടേ? റൈറ്റ്. റൈറ്റ്. അതൊക്കെ ട്രയാങ്കിളിൽ അപ്രോച്ച് റോഡ് കേട്ടോ. ഇവിടെ നല്ല ഒതുക്കി നിർത്തണം കേട്ടോ. ബസ് സ്റ്റോപ്പിൽ നിർത്താവോ? ഇല്ല. അപ്പോൾ കയറി പോകണം. കണ്ട് കച്ചാത്തി. ഒന്നുകൂടെ കയറ്റം എടുത്തേക്കണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് കയറിപ്പോൻ ഇടയുണ്ടോ? ഇനി അങ്ങോട്ട് മുഖം വരണ്ടേ? അതിൻ്റെ ഫീസ് അങ്ങോട്ട് വരണ്ടേ? അങ്ങോട്ടല്ലേ? അപ്പോൾ അങ്ങോട്ടല്ലേ ഇരിക്കണ്ടേ? പിന്നെ ടച്ചാണ് കയറുന്നത്. നിർത്തുക.